ഇടുക്കി കൂട്ടാറിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടത്തിൽ സിപിഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തുറന്ന സംഭവത്തിൽ ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകി 4 മാസം പിന്നിട്ടിട്ടും ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നു. തോട്, റോഡ് പുറമ്പോക്ക് കയ്യേറ്റ ഭൂമിയിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർമ്മാണം നടത്തിയ ഓഫീസിൽ നിന്നും ഒഴിയുവാൻ നോട്ടീസ് നൽകിയത്. എന്നാൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഇപ്പോഴും ഓഫീസ് തുറന്നു പ്രവർത്തിക്കുകയാണ്. 10 വർഷം മുമ്പാണ് ഉടുമ്പൻചോല താലൂക്കിൽ കരുണാപുരം വില്ലേജിലെ കൂട്ടാറിൽ സർവേ നമ്പർ 67/1 ഭൂമിയിൽ ഈ കെട്ടിടം നിർമ്മിച്ചത്. SNDP കൂട്ടാർ ശാഖായോഗമാണ് കെട്ടിടം പണിതത്. കെട്ടിടത്തിന്റെ പിൻഭാഗം തോട് പുറമ്പോക്കും മുൻഭാഗം റോഡ് പുറമ്പോക്കുമാണ്. കയ്യേറ്റമെന്ന് കണ്ടെത്തി അന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനെ തുടർന്ന് യോഗം ഭാരവാഹികൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയിരുന്നു. വർഷങ്ങളായി കെട്ടിടം വെറുതെ കിടക്കുകയായിരുന്നു. ഇതിനിടെയാണ് CPI കൂട്ടാർ ലോക്കൽ കമ്മിറ്റി കെട്ടിടത്തിൽ ഓഫീസ് പണി ആരംഭിച്ചത്. 2024 ജൂൺ 12 കെട്ടിടത്തിൽ ഇഷ്ടിക കെട്ടി മുറിതിരിച്ചു. ഇതിനെ തുടർന്ന് ജൂൺ 14 കരുണാപുരം വില്ലേജ് ഓഫീസർ വീണ്ടും സ്റ്റോപ്പ് മെമ്മോ നൽകി. ഇത് അവഗണിച്ച് നിർമ്മാണം പൂർത്തിയാക്കി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സംഭവത്തിൽ ഉടുമ്പൻചോല LR തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് റവന്യൂ അധികൃതർ റോഡ് പുറമ്പോക്ക് ഒഴിപ്പിക്കുവാൻ ഗ്രാമപഞ്ചായത്തിനും റോഡ് പുറമ്പോക്ക് ഒഴിപ്പിക്കുവാൻ PWDയോടും നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് ഇരുവിഭാഗവും നോട്ടീസ് നൽകിയെങ്കിലും വാടകയ്ക്കെടുത്ത മുറിയിലാണ് തങ്ങൾ ഓഫീസ് തുടങ്ങിയതെന്നും കയ്യേറ്റ ഭൂമിയാണെന്ന് അറിയില്ലെന്നും പാർട്ടി നിർമ്മാണം നടത്തിയിട്ടില്ലെന്നുമാണ് CPI ജില്ലാ സെക്രട്ടറി KS സലീംകുമാർ അന്ന് പറഞ്ഞത്. നോട്ടീസിനെ തുടർന്ന് ഓഫീസ് കുറച്ചു ദിവസം അടച്ചിട്ട ശേഷം വീണ്ടും തുറക്കുകയായിരുന്നു. ഇതിനിടയിൽ ഓഫീസ് വൈദ്യുതീകരിക്കുവാനുള്ള ശ്രമങ്ങളും നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കമ്മിറ്റികളും നടന്നിരുന്നു. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് CPM ജില്ലാ നേതൃത്വവും കയ്യേറ്റ ഭൂമിയിൽ ഓഫീസ് തുറക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. CPIയുടെ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് ഇത് കണ്ടില്ല എന്നിപ്പോ നടിക്കുന്നത്. നേരത്തെ തഹസിൽദാർ ഇടപെട്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ തഹസിൽദാർ തന്നെ സ്ഥലത്ത് മാറിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം അനധികൃതമായ കയ്യേറ്റങ്ങൾ, അനധികൃതമായ നിർമ്മാണങ്ങളെ സഹായിക്കുന്ന സമീപനങ്ങൾ CPI അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. CPIയുടെ ഓഫീസ് വാടകയ്ക്കാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കൂട്ടാറിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് വാടകയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓഫീസാണ്. ആ ഓഫീസുമായി ബന്ധപ്പെട്ട് SNDPയുമായി ഉള്ള ഒരു വാടക, ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിനെ സംബന്ധിച്ച് കെട്ടിടം അനധികൃതമാണ് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിയമവശങ്ങളും പരിശോധിക്കപ്പെടേണ്ടത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളാണ്. അത്തരം നിയമവശങ്ങൾ പരിശോധിക്കപ്പെടുകയും അത് അനധികൃതമാണ് എന്നുണ്ടെങ്കിൽ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളോടോ അല്ലെങ്കിൽ അനധികൃതമായ രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള കയ്യേറ്റങ്ങളോടോ രാഷ്ട്രീയമായ രീതിയിൽ CPI യോജിക്കുന്നില്ല. 2019 നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ കിട്ടിയിരുന്നുവെന്നും അതിനുശേഷം നാളിതുവരെ കെട്ടിടത്തിൽ യാതൊരു നിർമ്മാണ പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും SNDP യോഗം കൂട്ടാർ ശാഖ ഭാരവാഹികൾ അറിയിച്ചു. ഇപ്പോൾ നിർമ്മാണം നടത്തിയത് 2 മാസം മുമ്പ് മുറി വാടകയ്ക്കെടുത്ത CPI ലോക്കൽ കമ്മിറ്റിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ CPI നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കയ്യേറ്റ ഭൂമിയിലെ ഓഫീസ് ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.